എല്ലാ മാന്യപ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ ഫിനാലെ എപ്പിസോഡിന്റെ ആദ്യ ദിനത്തിലേക്ക് സ്വാഗതം. അങ്ങനെതാ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ ഫിനാലെ എപ്പിസോഡിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. നമ്മൾ 12 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മുടെ ഈ സംഗീത യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ 4ാം വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ 5 മ്യൂസിക്കൽ വൈസ് ആണ് നമ്മുടെ ഈ ഫിനാലയിൽ മത്സരിക്കുന്നത്. അപ്പൊ എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് ഈ ഫിനാലയിൽ കാണാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യുക എന്ന ഒരു വലിയ ജോലി ഞാൻ ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ജി വേണുഗോപാൽ. വേണുചേട്ടാ സ്വാഗതം. നമസ്കാരം. സെയിം ടു യു. വേണുചേട്ടാ ദാ നമ്മൾ ദാ ഫിനാലയിൽ എത്തി നിൽക്കുവാണ്. അപ്പോ ആരംഭത്തിലെ ഒരു സംഗീതം ആകാം അല്ലെ? ഉടൻ ശരി. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം, പ്രിയയാ കാമശിലയാ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. നമ്മൾ ചാപ്റ്റർ 3യിലെ 12 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മുടെ ഈ സംഗീത യാത്ര ആരംഭിച്ചത്. ഇപ്പൊ 5 പേരിൽ വന്ന് നിൽക്കുന്നു. അതെ, എന്താണ് ഈ ഒരു ഫിനാലയിൽ വന്ന് നിൽക്കുമ്പോൾ പറയാനുള്ളത്? ഇതാണ് സംഭവ ദിവസം. ഇന്ന് സ്വപ്നങ്ങൾ പൂവണിയുന്നു. സോ വളരെ ആകാംക്ഷ, വളരെ കാത് കൂർപ്പിച്ച് ഞങ്ങളും വി ആർ ഓൾസോ വെയിറ്റിംഗ്. അതെ, അപ്പൊ എന്തായാലും വേണു ചേട്ടാ ദേ കൂട്ടിന് ഒരാളെ കൂടി വിളിക്കുവാണ്. സ്വാഗതം ചെയ്യാം. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മഞ്ജരി. നമ്മളൊക്കെ മൈൻഡിന്റെ വേറെ ലെവലിലോട്ട് എത്തിച്ചു. കൂട്ടിനൊരാള് വേണോന്നല്ലേ ചോദിച്ചേ? അതുകൊണ്ടാണ് കൂട്ടിൽ നിന്നും വേണുചേട്ടന് കൂട്ടിന് ഒരാള്. അതുകൊണ്ട് ആക്ച്വലി കൂട്ടിൽ നിന്നും അതെ, ഇനി മേടയിൽ നിന്ന് കൂട്ടിലോട്ട് പോണ്ടേ? ആ കൂട്ടിലോട്ട് പോണ്ടേ? അതെ. അപ്പൊ അവിടെ ചെന്നിരുന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ഇന്ന് ആ വാശിയേറിയ പോരാട്ടം കാണാൻ വേണ്ടിയിട്ട്. അതെ, വേറെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള പക്ഷികൾ ഇന്ന് ഈ വേദിയിൽ അരങ്ങേറുന്നതായിരിക്കും. അപ്പോ ഞങ്ങളുടെ കൂട്ടിലിരുന്ന് അവരുടെ പാട്ട് കേൾക്കാം. ഓ അങ്ങനെ, ഓ സിംബോളിക് ആയിട്ട് രണ്ടുപേരും പൊക്കോളൂ, വിട്ടോളൂ. വേണുചേട്ടാ അപ്പൊ താങ്ക് യു മഞ്ജരി. ശരി, അപ്പൊ എന്തായാലും ഇതാ ഫിനാലെയാണ്. ഈ ഫിനാലെ ദിവസം നമ്മുടെ പ്രേക്ഷകർ ആരൊക്കെയായിരിക്കും കാത്തിരിക്കുന്നത്? നമ്മുടെ ഗസ്റ്റ്. അത് പറഞ്ഞപ്പോഴാ ഒരു കസാര ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ഗസ്റ്റ് ആരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എവിടെ നിന്ന് ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാവോ? ഇല്ല, അതല്ലേ പറഞ്ഞേ കാത്തിരിക്കുന്നു. ആ ഗസ്റ്റിന്റെ സീറ്റിൽ ഗസ്റ്റ് വരാതിരുന്നാൽ വേറെ ആർക്കെങ്കിലും ഗസ്റ്റ് ആവാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോ ആ സീറ്റിൽ ഒരു ഗസ്റ്റ് വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കണ്ട. കാരണം സാധാരണ ഗസ്റ്റ് വന്ന് എന്താ ചെയ്യാറ്? ഇവിടെ വന്നിരിക്കും. അല്ല, ഇവിടെ വന്ന് നമ്മുടെ മത്സരാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ കൊടുക്കും. അപ്പോ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയ ഒരാള് ഇവിടെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്തായാലും ആ ഒഴിഞ്ഞ കസാര അങ്ങനെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളും. ശരി, അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ പ്രേക്ഷകരെല്ലാരും കാത്തിരിക്കുന്നത് ഈ ഫിനാലെ ദിവസം ആരൊക്കെ ആയിരിക്കും? നമ്മുടെ ഫൈനലിസ്റ്റുകളെ, നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിനെ. അപ്പൊ അവരെ സ്വാഗതം ചെയ്യണ്ടേ? അപ്പോ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ 5 ഫൈനലിസ്റ്റുകളെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം മ്യൂസിക്കൽ വൈഫ്.
അങ്ങനെ നമ്മുടെ 5 മ്യൂസിക്കൽ വോയിസ് ഇതാ ഇവിടെ നിൽക്കുവാണ്. എല്ലാവരുടെ മുഖത്തൊരു തെളിച്ചുണ്ട്. ഫിനാലെ വരെ എത്തിയതിന്റെ സന്തോഷമുണ്ട്. പലരും പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചതാ ഫിനാലയിൽ വന്ന് നിൽക്കുവാണ്. ഫിനാലയുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. 3 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ ഫിനാലെ മത്സരം നടക്കുന്നത്. പാട്ടുകളൊക്കെ സെറ്റാണല്ലോ. ഈ ഫിനാലെ സ്റ്റേജിൽ ഇവരെത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് ഈ 5 മ്യൂസിക്കൽ വോയിസിനോട് പറയാനുള്ളത്? മഞ്ജരി. ഒന്നാമത് എല്ലാരും അതിസുന്ദരികളായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഫിനാലെ ആണല്ലോ. അതെ. എല്ലാരും നല്ലോണം പ്രാക്ടീസ് ചെയ്തു. റെഡി അല്ലേ? 3 റൗണ്ടാണ്. ഇന്ന് നിങ്ങൾ തകർക്കണം. ഈ ഒരു ലെവൽ വരെ എത്തിയതൊക്കെ ഉഗ്രൻ പെർഫോമൻസസ് ആയിരുന്നു. സോന, യെസ് മാം. 1ാം നമ്പർ ആവണ്ടേ? ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാരും മേഘന, കിൻഷയൊക്കെ ശരിയാക്കിയോ? ശരിയാക്കിയിട്ടുണ്ട്. അതിര ശരിയാക്കിയിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട്. മിടുക്കിയായിട്ട് പാടാം. എല്ലാരും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ പാട്ട് കേൾക്കാനും ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഇവരെല്ലാവരും ഇന്ന് കൂൾ. കാര്യം എന്നാ അറിയാം, ഡെയിനിന്റെ എലിമിനേഷൻ ഇനിയില്ല അല്ലേ? അതാണ്. പക്ഷേ ഫിനാലയുടെ സമയത്ത് ഒരു ടെൻഷൻ അടിപ്പിക്കലാവാം. ആര് വിജയിച്ചു, ആരാ 2ാം സ്ഥാനത്തെത്തി, ആരാ 3ാം സ്ഥാനത്തെത്തി. വേണ്ട മോനെ, വേണ്ട. വേണം, അത് വേണ്ട. വേണിച്ചെടുക്ക കിടക്കട്ടെന്ന്. ആസ് സച്ച് അവർ പാടട്ടെ. അതെ, അത്രേ ഉള്ളൂ. ഭംഗിയായി പാടട്ടെ, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഫുൾ സ്ട്രെങ്ത്. അപ്പോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഓൾറെഡി തെളിയിച്ച ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്ന് ഈ ഫിനാലെ വേദിയിലെ 3 റൗണ്ടുകളോടെ നിങ്ങൾ തെളിയിക്കണം. തെളിയിക്കൂലേ? അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഞാനേ ഒരു കാര്യം ഇവരോട് ചോദിച്ചോട്ടെ. എന്താ വേണു ചേട്ടാ? എല്ലാവരുടെ കയ്യിലും ഓരോ മൈക്ക് ഉണ്ട്. എല്ലാവരും നിങ്ങളുടെ ഇതുവരെയുള്ള യാത്ര ഇൻ 3 sentences പറയൂ. ഓക്കെ, ഒരു സൈഡിൽ തുടങ്ങിക്കോളൂ. കിൻഷ. ഈ ഫ്ലോറിൽ ഒരു തവണയെങ്കിലും ഒന്ന് പാടണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അത് ഇവിടെ വരെ എത്തി. ടോപ്പ് 5-ൽ ഒരാളായിട്ട് മാറാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു തുടക്കമായിട്ട് ഞാൻ കാണുന്നു. മേഘന. ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ പറ്റി തന്നെ വലിയ ഭാഗ്യം. പിന്നെ അതേപോലെ തന്നെ ഫൈനലിൽ എത്തുക, ടോപ്പ് 5-ൽ എത്തിയല്ലോ, അതും വളരെയേറെ സന്തോഷം. പിന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വന്ന പോലെയല്ല. ശരി, ഓക്കെ. അപ്പൊ ധൈര്യം, കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ശരി, അടുത്ത ആള്. ഒരുപാട് ആൾക്കാരുടെ സ്നേഹം അറിയാൻ പറ്റി ഇതിലൂടെ. അതോടൊപ്പം പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. വെരി ഗുഡ്. ആതിര. ഫസ്റ്റ് നമ്മൾ പാടിയ പാട്ട് അപ്പൊ ഇപ്പൊ പാടുന്നതും അപ്പൊ പാടിയതും തമ്മിൽ ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് അല്ലേ? തെറ്റുകളും എല്ലാം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്ത ആള് സോന. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വീണ്ടും ഇങ്ങനൊരു ഫ്ലോർ കിട്ടുമെന്നും അതിൽ പാടാൻ പറ്റുന്നൊക്കെ. 5 പേരിൽ ഒരാളാവാൻ കഴിഞ്ഞാൽ ഐ എം സോ പ്രൗഡ്. അപ്പൊ ഓക്കെ, നമ്മൾ എന്തായാലും ഇനി ആ യാത്രയെ കുറിച്ചുള്ള വിശകലനമാണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. പ്രിലിംസ്, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, അങ്ങനെ 3 റൗണ്ടുകളും കഴിഞ്ഞ് ദാ ഫിനാലയിൽ വന്ന് നിൽക്കുവാണ്. ഇവരുടെ എല്ലാ റൗണ്ടുകളിലെയും ഇവരുടെ പെർഫോമൻസ് ഗ്രാഫ് നമുക്കൊന്ന് കണ്ടാലോ? നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് നിങ്ങളുടെ പ്രിലിംസ് റൗണ്ടിലെ പെർഫോമൻസ് ഗ്രാഫാണ്. റെഡി ആണല്ലോ? ഓക്കെ. നമ്മുടെ പ്രിലിംസ് റൗണ്ടിൽ സോനയാണ് ഹൈയസ്റ്റ് സ്കോർ നേടിയിട്ടുള്ളത്. സോനയായിരുന്നു ടോപ്പർ. സോനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 87.5% ആണ്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആതിരയാണ്. ആതിരയുടെ സ്കോർ 85% ആണ്. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കിൻഷയാണ്. കിൻഷയുടെ സ്കോർ 81%. 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഭവ്യാണ്. ഭവ്യയുടെ സ്കോർ 79%. 5ാം സ്ഥാനത്തുള്ളത് മേഘനയാണ്. മേഘനയുടെ സ്കോർ 77.5%. ഇനി നമുക്ക് ക്വാർട്ടർ ഫൈനലിലെ നിങ്ങളുടെ പെർഫോമൻസ് ഗ്രാഫ് കാണാം. അഞ്ചുപേരും കണ്ടല്ലോ. ക്വാർട്ടർ ഫൈനലിൽ എത്തിയപ്പോൾ പ്രിലിംസ് റൗണ്ടിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന സോന 3ാം സ്ഥാനത്തേക്ക് വന്നു. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ആതിര 2ാം സ്ഥാനത്ത് തന്നെ തുടർന്നു. 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ഭവ്യ ഫസ്റ്റ് പൊസിഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അതായത് 86% ആണ്. 2ാം സ്ഥാനത്തുള്ള ആതിര നേടിയിരിക്കുന്നത് 84.5% ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം സോന 3ാം സ്ഥാനത്ത് നേടിയിരിക്കുന്ന സ്കോർ 83% ആണ്. 4ാം സ്ഥാനത്തുള്ള കിൻഷ നേടിയിരിക്കുന്ന സ്കോർ 82% ആണ്. ഒപ്പം മേഘന 5ാം സ്ഥാനത്ത് തന്നെ തുടർന്നു. മേഘനയുടെ സ്കോർ 81%. അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെമി ഫൈനലിൽ, അതായത് ലാസ്റ്റ് വീക്കിൽ നടന്ന നിങ്ങളുടെ പെർഫോമൻസിന്റെ ഗ്രാഫാണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച്.
സെമി ഫൈനലിലെത്തിയപ്പോൾ കഴിഞ്ഞ 2 റൗണ്ടുകളിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ആതിര വിജിത്ത് 1ാം സ്ഥാനത്തേക്ക് വന്നു. ആതിര നേടിയിരിക്കുന്ന സ്കോർ 88.5% ആണ്. ഇനി 2ാം സ്ഥാനത്തുള്ള സോന നേടിയിരിക്കുന്നത് 82% ആണ്. 3ാം സ്ഥാനത്ത് സെമി ഫൈനലിൽ 2 പേരാണ് ഒരേ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കിൻഷ ആൻഡ് മേഘന 2 പേരും നേടിയിരിക്കുന്ന സ്കോർ 81.5% ആണ്. ഇതിൽ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഭവ്യാണ്. ഭവ്യ നേടിയിരിക്കുന്ന സ്കോർ 80% ആണ്. നിങ്ങൾ 5 പേരും കഴിഞ്ഞ 3 റൗണ്ടുകളായി അല്ലെങ്കിൽ 3 സ്റ്റേജുകളായി നിങ്ങൾ നേടിയ സ്കോറൊക്കെ കണ്ടല്ലോ. ആര് വേണമെങ്കിൽ ടോപ്പർ ആകാം, ആര് വേണമെങ്കിൽ പുറകോട്ട് പോകാം. അപ്പോൾ ഈ ഫിനാലെ വേദിയിൽ നിങ്ങളിൽ ആരാണോ നന്നായി പാടുന്നത് അവരായിരിക്കും ഒന്നാമതെത്തുന്നത്. 5 പേർക്കും 1ാം സ്ഥാനത്തെത്താനുള്ള എല്ലാ കഴിവും നമുക്ക് ഈ മാർക്കുകളുടെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഒരാൾ മാത്രം നിലനിർത്തി പോരുകയല്ല ചെയ്തത്, എല്ലാവരും മാറി മാറിയാണ് ഓരോ സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇനി ഈ ഫിനാലെ വേദിയിൽ ഇവർ 5 പേരിൽ ആരായിരിക്കും കിരീടം ചൂടുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. ജഡ്ജസ്, എന്തായാലും നമ്മൾ ഇവരുടെ യാത്ര വിവരണം കേട്ടു. ഇവർ ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്താണ് ഓരോ റൗണ്ടുകളിൽ വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞു. ഇവർ നേടിയിരിക്കുന്ന മാർക്കുകൾ കണ്ടു. എന്താണ് ഇവരോട് 5 പേരോട് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? ആർക്കും ജേതാവാകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പാഠം. മഞ്ജരി, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ട് ജയിക്കാൻ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് നിങ്ങളുടെ മാക്സിമം ചെയ്യുക. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, അടിച്ച് പൊളിക്കുക. നിങ്ങളുടെ 5 പേരുടെ മത്സരം കാണാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകരും ജഡ്ജസിന്റെ ഒപ്പം തന്നെ കാത്തിരിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ട്. അവർക്ക് എന്താണ് നിങ്ങളുടെ ഈ ഫിനാലെ വേദിയിൽ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് അറിഞ്ഞാലോ? അറിയാം. ആരാദ്യം പറയും? 1-2 ടിപ്സ് പറയാം. അനുഭവമാണ്. നമ്മള് മത്സര ദിവസം നമ്മൾ മാക്സിമം ഒന്നും പാടാതെ ഇരിക്കുക. തലേ ദിവസമൊക്കെ പാടി നോക്കി രാവിലെ ആകുമ്പോൾ നമുക്ക് ടെൻഷനാവും. അയ്യോ, എനിക്ക് ആ സംഗതി കിട്ടുമോ, ഇത് കിട്ടുമോ. അപ്പൊ നമ്മൾ പിന്നെയും പാടി നോക്കും, ശബ്ദം പോവും. അപ്പൊ നമ്മളുടെ മത്സരത്തിനെ ബാധിക്കും. അപ്പൊ അങ്ങനെ നല്ലൊരു ടിപ്പാണ് അത്. ശരിക്കും എനിക്ക് മഞ്ജരി ചേച്ചി പറഞ്ഞത് കേട്ടിട്ടാട്ടോ ഞാനത് കേട്ടത്. ശരിക്കും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത ആൾക്ക് എന്തെങ്കിലും ടിപ്പ്? എനിക്ക് പ്രശ്നം പറ്റിയിരുന്നത് ഈ സ്റ്റേജിൽ വരുമ്പോൾ എല്ലാം വറ്റി വരണ്ടു പോകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ സിപ്പ് ചെയ്തിട്ട് ഇരിക്കുക. വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. അടുത്ത ആള്? ആ പോർഷൻ കിട്ടുമോ, എവിടെ ശ്രുതി പോവോ, ഈ വരി തെറ്റുമോ എന്ന് ആലോചിച്ചായിരുന്നു ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. കിട്ടും എന്നുള്ള കോൺഫിഡൻസോട് കൂടി പാടിയാൽ മാത്രം മതി. ഒരുപാട് പാടി അതിനെപ്പറ്റി വറീഡ് ആവണ്ട. ഏത് ഭാഗങ്ങളാണെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡിൽ എല്ലാവരും നിൽക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഈ ഒരു ടെൻഷൻ മാറ്റാനും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാനുമായിട്ട് ഒരു സർപ്രൈസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു സൂപ്പർ ഒരാള്. ആരാന്നറിയോ? സർപ്രൈസ് അല്ലേ, അതെങ്ങനെ അറിയുന്നേ? ചേട്ടച്ചന്റെ സ്വന്തം മീനാക്ഷിക്കുട്ടി. വെൽക്കം വെൽക്കം. ഹലോ ഹായ്. ഹലോ ഹലോ, എല്ലാവർക്കും സന്തോഷം. ഹലോ എല്ലാരെയും ഭയങ്കര ത്രില്ല് അടിച്ചു നിൽക്കുന്ന ഒരു സമയമാണല്ലേ. ഞാൻ ബാക്കി വേണിച്ചേട്ടാ, മഞ്ജരി, എല്ലാവരും ഓർക്കസ്ട്രയിലുള്ള എല്ലാവർക്കും ഹലോ. സോറി, എനിക്ക് പരിചയട്ടാ. മഞ്ജരി, എനിക്ക് ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ത്രില്ലടിച്ച് ഇവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യണം. സന്തോഷമായിട്ട് വേണിച്ചേട്ടനെയൊക്കെ എത്രയോ നാളിന് ശേഷം ഇങ്ങനെ അടുത്ത് കാണാൻ കിട്ടുന്നത് അല്ലേ. ഞാൻ കുറച്ചധികം ദിവസമായി വേണിച്ചേട്ടാ വന്നിട്ട്. പക്ഷെ വന്ന് കയറിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അല്ല വേണിച്ചേട്ടാ, നമ്മള് പണ്ട് ഇങ്ങനെ പല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ വേണിച്ചേട്ടനൊക്കെ നമ്മളെ പെർഫോമൻസിനൊക്കെ വരുമ്പോ നമ്മളെയൊക്കെ കണ്ട് ഭയങ്കര നന്നായിട്ട് മോള് ഡാൻസ് ചെയ്തു, പാട്ട് പാടുന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ. ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരോടും ഞാൻ ഇങ്ങനെ ഒരു സങ്കടമായിട്ട് പറയാണ് കേട്ടോ. വന്നപ്പോ തന്നെ ഡെയ്നു ഇങ്ങനെ കണ്ടപ്പോ ഒരു വല്ലാത്തൊരു എക്സ്പ്രഷനും ഒക്കെ കാണിച്ച് എനിക്ക് അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഡെയ്നെ ഇത് 2ാമത്തെ തവണയാണ് കാണുന്നത്. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് മോനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആങ്കറിങ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ
ഒരു തരം വൃത്തികെട്ട ഒരു എക്സ്പ്രഷൻ ഒക്കെ കാണിച്ച് എനിക്ക് എന്റെ മുഖത്ത് ആകെ അങ്ങനെ വൃത്തിയായിട്ട് എക്സ്പ്രഷൻ വരില്ല. അപ്പൊ ഇതെന്തോ നല്ല എക്സ്പ്രഷൻ ആണല്ലോ. ഈ ശബ്ദത്തിനൊക്കെ ഇത്ര ഘനഗാംഭീര്യം. ആ അറിയില്ലല്ലേ ഇത്? ഇല്ല ചേട്ടാ, അതൊരു സ്ഥായി ഭാവമാ. അതാ കൂടുതൽ അറിയണമെങ്കിൽ ആ, ഇവിടെ ഇവിടെ വന്നിരിക്കണോ? കണ്ടോ, എക്സ്പീരിയൻസ് പക്ഷേ, ചാൻസ് പറഞ്ഞതാ. പോകുമ്പോ കൊണ്ടുപോകണമെന്ന് പറയരുത്. ഇല്ല ഇല്ല ചേട്ടാ, ഇല്ല ഇല്ല, ഞാൻ കൊണ്ടുപോയില്ല. പക്ഷെ ഹലോ 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 ചേച്ചി. ഹലോ ഹലോ ഹലോ. Thank you ചേച്ചി. പക്ഷെ എനിക്ക് ഇച്ചിരി വിഷമായി എന്നുള്ള സത്യമാണ്. അല്ല ചങ്ക് പറിച്ചു തരുന്ന ഡെയിനാണ് കൂടെ ഉള്ളത്. പക്ഷെ അന്ന് നേരത്തെ അന്ന് പറിച്ചു തരാൻ കണ്ടില്ല. പറ്റില്ല. അന്ന് വേറെ ഷോ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ആ ഷോയ്ക്ക് വേണ്ടി ചങ്ക് കൊടുത്തു. ഞാനൊന്ന് പറയട്ടെ ഡെയ്നെ, പാവം. ഇവിടെ ഏത് ഗസ്റ്റ് വരുമ്പോഴും ആ ആ ഗസ്റ്റിനോട് കുറെ നേരം ഇങ്ങനെ ഫ്ലേർട്ടൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഡെയിന്റെ ഒരു പ്രകൃതം. അപ്പൊ ചേച്ചി നേരെ മോനേന്ന് വിളിച്ചത് അങ്ങ് വിഷമായി പോയി. ഓ അത് ശരി. അതാണ്. ഇല്ല, അപ്പൊ ഞാൻ മിസ്റ്റർ ഡെയിൻ അങ്ങനെ പറയണോ? എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോളൂ. ചേച്ചിയാണ് എനിക്ക് എന്താ ജനിക്കാതെ പോയ എന്റെ അമ്മയാണ്. അങ്ങനെ ആരെ വേണമെങ്കിലും ആക്കും ഞാൻ. ഇതിലും ഭേദം അങ്ങ്. വേണ്ട വേണ്ട, എന്റെ വേണമെങ്കിലാണ് മഞ്ജരി ആന്റിയാണ് സത്യം. ഒരു ഭയങ്കര സന്തോഷം പറയാണ് എല്ലാവരോടും. സാധാരണ ഒരു എന്താ പറയാ, എല്ലാ റിയാലിറ്റി ഷോസിലും അല്ലേ നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വയസ്സായിട്ടുള്ളവരൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വേണുചേട്ടനെ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. മഞ്ജരി അതെ, എൻ്റെ ഒരു കുഞ്ഞനിയത്തിയെ പോലെ ഞാൻ അവളെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. രണ്ടുപേർക്കും എനിക്ക് നന്നായിട്ട് അവരെ അറിയാവുന്നതുകൊണ്ടും കൂടി ഞാൻ പറയാണ്. ഈ കലയിൽ നിന്നൊക്കെ പറയുന്ന നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ജീവിത അവസാനം വരെ കൂട്ടി നിർത്തേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊരു വേദി ഒരുക്കുന്ന ഫ്ലവേഴ്സിന് എൻ്റെ ഒരു വലിയ വലിയ ബിഗ് സല്യൂട്ട്. നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ആർട്ടിസ്റ്റിക് ലൈഫിലേക്ക് വരാനും ഉള്ള ഒരു ചാൻസും കൂടെ, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. വേണിച്ചാന്റെ സൈഡിൽ എന്നെ പറ്റിയുള്ള കംപ്ലൈന്റുകൾ എഴുതാനുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ. അപ്പൊ ഈ ഷോ കഴിയുമ്പോൾ എഴുതാൻ പറ്റുന്ന കംപ്ലൈന്റുകളൊക്കെ എഴുതി അവിടെ ഇട്ടോളാം. അതാണ് ഇത്ര ഹൈറ്റിലിരിക്കുന്നേ. അവിടെ ധൈര്യമായിട്ട് കൊണ്ടുവന്നിടാം. അതിന് എന്തായാലും ഇവിടുന്ന് ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പൊ. ഉണ്ട്. പക്ഷെ ഞാൻ പറയാ ആക്ഷൻ അല്ല, അതിനുള്ള ശമ്പളത്തിൽ നിന്ന് കാശ് കുറയ്ക്കാൻ. അതെ, അതാണ് ആക്ഷൻ ആയിട്ട് അവര് പ്രതിപാദിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മഞ്ജരിയുടെ അടുത്ത് ഓക്കെ, പോയിരിക്കാം. തീർച്ചയായിട്ടും. ശരി, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും. ഞാൻ അവിടെ വരെ കൂടെ വരണോ? വേണ്ട, വേണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഇനി ചേച്ചിയെ സ്വാഗതം ചെയ്യാന്ന ഒരു വലിയ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പൊ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഫിനാലെ വേദിയാണ്. ഇന്നും നാളെയായിട്ടാണ് നമ്മൾ ഫിനാലെ ആഘോഷിക്കുന്നത്. അപ്പൊ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി നമ്മുടെ കൂടെ ചേർന്ന നമ്മുടെ സ്വന്തം ബിന്ദുജ ചേച്ചിക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഇംപ്രഷൻ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ? അത് നമ്മൾ മാറ്റാൻ നോക്കണ്ട. അതെന്താ? ആദ്യത്തെ ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ എന്റെ ആദ്യത്തെ ആദ്യം കണ്ട ഇംപ്രഷൻ നല്ലതല്ല. ഞാൻ പറയാൻ വരുന്നേ, ആ ഇംപ്രഷൻ മാറ്റണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. ഇനി അതിനു വേണ്ടി പരിശ്രമിച്ച് ഇതാക്കണ്ടെന്ന് പറയാ. പക്ഷെ എന്നാൽ ഈ രണ്ടാം പ്രാവശ്യം കണ്ടപ്പോ എങ്ങനെ ഇംപ്രഷൻ പോയിന്ന് ഞാൻ ആലോചിക്കുന്നു. അതാണ് പോട്ടെ, പോയ ഇംപ്രഷൻ ഞാൻ തിരിച്ചു പിടിച്ചാണല്ലോ ചരിത്രം. അല്ലെ വേണു ചേട്ടാ? അല്ലെ മഞ്ജരി? ഏത് ചരിത്രം? ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അതങ്ങനെയാ, ചരിത്രം പലപ്പോഴും ആരും പറയാറില്ല. ആർക്ക് ചരിത്രം വലിയ താല്പര്യമില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ചരിത്രം ആവർത്തിക്കണ്ട. ഏത് ഇപ്പൊ നടന്ന ചരിത്രമല്ലേ? പാസ്റ്റ് ഇസ് പാസ്റ്റ്. അതിന് പ്രസന്റിന് യാതൊരു വാല്യൂ ഇല്ല. അതാണല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. 3 റൗണ്ടുകളായിട്ടാണ് നിങ്ങൾ 5 പേരും മത്സരിക്കുന്നത്. ജഡ്ജസ് ഇവിടെ എത്തി, നമ്മുടെ സീനിയേഴ്സ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഓർക്കസ്ട്ര ഉണ്ട്, നമ്മുടെ പ്രേക്ഷകരുണ്ട്. അങ്ങനെ എല്ലാവരും സെറ്റാണ്. ഇനി നിങ്ങൾ 3 റൗണ്ടുകളായിട്ടുള്ള നിങ്ങളുടെ വാശിയുടെ പോരാട്ടം. ഓക്കെ, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഈ ഫിനാലെ വേദിയിൽ അടുത്തതായി പാടാൻ വരുന്നു നമ്മുടെ സ്വന്തം മേഘന.
ചെമ്പടത്താളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടു പാടി വടിവേലു തിരുമുൻപിൽ പണ്ടു കാണിക്ക വെച്ച വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. മൃദംഗത്തിൻ പാലക്കാട്ട് മണി നീതലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. മൃദംഗത്തിൻ പാലക്കാട്ട് മണി നീതലയ താള തരംഗങ്ങൾ ഉയർന്നെങ്ങും പ്രതിധ്വനിച്ചു. നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നാലമ്പലത്തിനുള്ളിൽ നാടകശാലയ്ക്കുള്ളിൽ നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. മേഘന ഫിനാലയിലെ ചലഞ്ച് റൗണ്ടിലാണ് ഇപ്പൊ പെർഫോം ചെയ്തത്. നന്നായി ചെയ്യാൻ പറ്റുമോ? നന്നായി ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. വേറൊരു അറ്റയറിലാണല്ലോ സാരി ഒക്കെ ആയിട്ട്. എന്തുകൊണ്ട് സാരി പിടിക്കാന്ന് വിചാരിച്ചെന്ന്? ഒരു ഒരു മാറ്റം മാറ്റം. ഫിനാലെ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ പാട്ടിനെ കുറിച്ച് മഞ്ജരി പറഞ്ഞോളൂ. മേഘന, മേഘനയുടെ മുഖത്ത് എന്താ ഒരു വിഷാദം? സാരി എടുത്തോണ്ടായിരിക്കും. കോൾഡ് കോൾഡ് ആണോ? ഷേ, ഈ കോൾഡ് വെച്ചോണ്ടാണ് ഇത് പാടിയത്. നന്നായിരുന്നു മേഘന, വെരി നൈസ്. ഒന്നാമത് ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് ഇത്. ഈ കോൾഡ് വെച്ചോണ്ട് പാടുക എന്ന് പറയുന്നത്, കോൾഡ് ഇല്ലാതെ പാടുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ധൈര്യമായിട്ട് പാടി, ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. ഇതിൽ അധികം ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഫിനാലെ ആണല്ലോ. അതുകൊണ്ട് സസ്പെൻസ് അല്ലേ? വായുവില് കൂട്ടിയിട്ടിട്ടുണ്ട്. ശരി, ഓക്കെ. താങ്ക് യു മഞ്ജരി. വേണിച്ചേട്ടാ പറഞ്ഞു. ഇതിന്റെ സംഗീതം ജയൻ മാസ്റ്റർ, ജയവിജയ. അദ്ദേഹം ഇപ്പോ 90 years നവതി ആഘോഷിച്ചു. അപ്പോ മാസ്റ്റർ വലിയൊരു നമസ്തേ. ഹാപ്പി ബർത്ത്ഡേ ആഷിക്ക്. മാസ്റ്ററുടെ പാട്ടെന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു തലയെടുപ്പുള്ളൊരു പാട്ടാണ്. നന്നായി പാടി. നന്നായി പാടി ഏട്ടാ. ആസ് യു ക്യാൻ. അപ്പോൾ ഈ ഒരു പാട്ട് ദാസേട്ടൻ പാടിയൊരു പാട്ട് എടുത്തതിനും മനോഹരമായി പാടിയതിനും കൺഗ്രാറ്റ്സ്. ചേച്ചി, എനിക്ക് തോന്നുന്നു ചലഞ്ച് റൗണ്ടിൽ നമ്മുടെ മേഘനയ്ക്ക് തന്നെ ഒരു ചലഞ്ച് ആയിട്ടാണ് കോൾഡൊക്കെ വെച്ചിട്ടാണ് പാടാൻ വന്നിരിക്കുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ടോ? എന്താണ് പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്? കേരളത്തിൽ ജനിച്ചവരാരും തന്നെ ഒരു കാലത്തും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് മോളെ ഇത്. അത് ലൈഫ് ലോങ്, ഐ തിങ്ക് എത്ര നാൾ കേരളം ഉണ്ടോ അത്രയും കൊല്ലം അല്ലെങ്കിൽ അത്രയും നാളുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. അത് എടുത്തതിന്, പാടാൻ കാണിച്ച ധൈര്യത്തിനാണ് ഫസ്റ്റ് കൈയടി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി പാട്ടുകാർക്ക് ബാക്കി എല്ലാവർക്കും അറിയാം, ഒരു
ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ പാടാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ അതൊന്നും എനിക്കിവിടെ തോന്നിയൊന്നുമില്ല കേട്ടോ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ഒരു ശരിക്കും ഒരു അമ്പലത്തിന്റെ പ്രതീതിയും ഡാൻസേഴ്സും രാലവട്ടവും വെഞ്ചാമരവും കൂടെ ഒക്കെ ആയപ്പോൾ ആകമൊത്തം ഭയങ്കര കളർഫുള്ളായി. മേഘനയ്ക്ക് ഡാൻസേഴ്സിന്റെ സപ്പോർട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അതിനകത്ത് കൂടുതലായിട്ട് തോന്നിയ, സാധാരണ എല്ലാവർക്കും പൊതുവെ സ്റ്റേജിൽ നമ്മൾ കാണുന്നത് പെട്ടെന്നൊരു ടെൻഷനൊക്കെ വരും. പെട്ടെന്ന് ഡാൻസേഴ്സും അവരുടെ ഒരു ഗ്രൂപ്പും കൊറിയോഗ്രാഫേഴ്സിനെ അല്ലേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണുമ്പോൾ പാട്ടുകാർ ചില സമയത്ത് പുതിയ ആൾക്കാർക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു ടെൻഷനും മേഘനയില്ല. ഞാൻ എൻ്റെ കാര്യം നല്ല ഗംഭീരമായിട്ട് ചെയ്ത് അതാണ് വേണ്ടത്. ഭയങ്കര സന്തോഷം തോന്നി അതങ്ങനെ. മേഘന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, ആൻഡ് യു ലുക്ക് വെരി പ്രിറ്റി ആസ് വെൽ കേട്ടോ. വളരെ സുന്ദരിയായിട്ട് നല്ല തികഞ്ഞ ഒരു സ്ത്രീ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ട് പാട്ടിനോട് ചേർന്ന് ഇരിക്കാൻ സാധ്യമാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. മേഘനയ്ക്ക് ഈ വേദിയിൽ ടെൻഷൻ കുറയാൻ കാരണം ടെൻഷനൊക്കെ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരാളാണ് മേഘനയുടെ സ്വന്തം അമ്മ. കാരണം മേഘനയുടെ എല്ലാ കാര്യങ്ങളും ടെൻഷൻ അടിക്കുന്ന ആളാണ്. മേഘനയ്ക്ക് ചെറിയ ചെറിയ മറവിയുണ്ട്. കാരണം അമ്മയുടെ കൂടുതൽ കരുതൽ കാരണമാണ് ആ മറവി എന്നാണ് പലരും പറയുന്നത്. അല്ല, അത് എല്ലാ അമ്മമാരും കൂടെ നിൽക്കുന്ന, അതായത് എല്ലാവരും എല്ലാ അമ്മമാര് പ്രിയരായിട്ടുള്ളവരോട് ചോദിച്ചാൽ പറയും, ഈ അമ്മമാര് കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മറവി ജാസ്തി വരുന്നത്. അല്ലാത്ത സമയത്ത് ഞങ്ങൾ വളരെ മറവി. എന്റെ അമ്മയും അച്ഛനും കൂടെ അപ്പൊ പിന്നെ ഫുൾ മറവി. 50% മറവി വരും. ഞാൻ ആലോചിക്കുന്നത് ഈ അമ്മയ്ക്കും അച്ഛനും കൂടെ മറവി ഉണ്ടായിരുന്നെങ്കിലേ മൊത്തം ഒരു മറവി ഫാമിലി ആയി പോയാണ്. അമ്മ എന്തായാലും ഇവിടെ മോളുടെ പാട്ടും അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജഡ്ജ്മെന്റ് അമ്മ ഇന്ന് അതിസുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താ മാച്ചിങ് സാരി, ഗംഭീര കളറും. ഈ അമ്മയില്ലേ ചേച്ചി, ഡാൻസ്, അഭിനയം, പിന്നെ പാട്ട് ഇവിടെ പാടിയിട്ടില്ല, പക്ഷെ പാടുന്ന ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. സകല കലാവല്ലഭയാണ്. ഇന്ന് ചിലപ്പോ എനിക്കായിരിക്കും അത് കാണാനുള്ള യോഗം കൂടുതൽ. കഴിഞ്ഞ വേദികളിൽ മേഘനയ്ക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ പല പെർഫോമൻസുകളും അമ്മയുടെ വകയുണ്ടായിരുന്നു, അച്ഛന്റെ വകയുണ്ടായിരുന്നു. ഈ ഫിനാലയിൽ ഇങ്ങനെ കസേരയിൽ ഇരുന്ന് മോൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കുക, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് അമ്മ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലേ അമ്മ? അമ്മ മോളുടെ അടുത്തേക്ക് വന്നോളൂ, വേദിയിലോട്ട് കടന്നു വന്നോളൂ. മേഘന ഇവിടെ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ഏതൊരു മത്സരാർത്ഥിയെ പോലെ മേഘനയെ ആഗ്രഹിച്ചതാണ് ഫിനാലെ വേദി വരെ എത്തണം, അല്ലെങ്കിൽ ഫിനാലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളത്. ഈ ഫിനാലയിൽ എത്തി നിൽക്കുവാണ്. അമ്മയുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് ഇപ്പൊ നിറഞ്ഞത്? ഒരുപാട് അവള് എഫേർട്ട് എടുത്തു. ഒരു കോൾഡ് വന്നപ്പോ വല്ലാതെ ടെൻഷനായി പോയി. അയ്യോ, എന്തൊക്കെയാണെങ്കിലും അമ്മ ഇന്ന് അതിസുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഗംഭീര, എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര എലഗൻസ് കാണാൻ. അല്ല, മക്കളുടെ വിജയമാണല്ലോ അമ്മമാരെ കൂടുതൽ സുന്ദരിമാരാക്കുന്നത്. അതുകൊണ്ടാണ് അല്ലേ? അമ്മയ്ക്ക് ഇന്ന് മേഘന പാടിയത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, അപ്പൊ പിന്നെ നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ വേണ്ടേ? പേടിച്ചുകൊണ്ടാ കേട്ടത് പാട്ട്. അയ്യോ, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഒരു ഈശ്വരാനുഗ്രഹം വരും സ്റ്റേജിൽ കയറുമ്പോൾ. അത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ കഴിവൊന്നുമല്ല, ഭഗവാൻ ആ സമയത്ത് കൃത്യമായിട്ട് കൊണ്ടുതരും. അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും മേഘനയ്ക്ക് എപ്പോഴും കൂടെ ഉണ്ട് അമ്മ. അതുകൊണ്ട് വറിയൊന്നും ആവണ്ട കേട്ടോ. മേഘന, അമ്മയോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? അമ്മ ഭയങ്കര ടെൻഷനിലായിരുന്നു. അമ്മ ടെൻഷൻ അടിക്കണ്ട. അവൾ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടായിരുന്നു. കുറേ പ്രാക്ടീസ് ചെയ്ത് അതുപോലെ പാടാൻ പറ്റൂലേ എന്നുള്ളൊരു വിഷമം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും ആശ്വാസം. മേഘന ഇപ്പോ മേഘത്തോളം ഉയർന്നു നിൽക്കുവാണ് ഈ വേദിയിലൂടെ. ഒരു മാസം, അതൊക്കെ ഒരു ചെറിയ കാര്യമാണോ? ഒരു മാസം കൊണ്ടാണ് ഇവർ ഇത്രയൊക്കെ പാടി വരുന്നത്. അതെ, ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. അതോ ഈ പാട്ടൊക്കെ പഠിക്കാൻ 1-2 ദിവസം കിട്ടുന്നത്. ദൈവമേ, ഓരോ ആഴ്ചയിലാണ് നമ്മുടെ ഈ എലിമിനേഷനും പിന്നെ അടുത്ത റൗണ്ടും ഒക്കെ. അപ്പൊ അവർക്ക് ഈ ചെറിയ കാലം, അതും ഇത്രയും ടഫ് സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഹാറ്റ്സ് ഓഫ് മേഘന. അതേ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് അത്രയും പറയാൻ പറ്റും. കാരണം ആസ് എ പെർഫോമർ, ആസ് എ ഡാൻസർ, നമുക്ക് അറിയാമല്ലോ അതിന്റെ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന്. ഇറ്റ്സ് നോട്ട് ഈസി. ഒന്ന് ഒരു സ്റ്റേജ് കിട്ടുക, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു യോഗം ഉണ്ടാവുക, അതിലുപരി അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം മേഘന അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ കണ്ണ് നിറയേണ്ട ഒരു ആവശ്യമില്ല. അത്രയും ഭംഗിയായിട്ടാണ് മോള് പാടിയിരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഇതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം അത്രയും ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക, അതാണ് വേണ്ടത് കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ്. ഈ ഷോയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനിയും 2 റൗണ്ട് ബാലൻസ് ഉണ്ട് നമ്മുടെ ഈ ഫിനാലയിൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അമ്മ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോൾ ഇവിടെ കലക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മേഘന. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഫിനാലെ വേദിയിൽ അടുത്തതായി പാടാൻ വരുന്നത് നമ്മുടെ എല്ലാം സ്വന്തം കിൻഷ.
പാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും. ദേവസുന്ദരികൾ നിന്നെ എൻ ഹൃദയകാവ്യലോക സഖിയാക്കും. ചൈത്രപത്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി ശാരദേന്ദുകല ചുറ്റിലും കനകപാരിജാതമലർ തൂകും. ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും. താപമോഹിനികൾ നിന്നെ എൻ ഹൃദയകാവ്യലോക സഖിയാക്കും. മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജകൊണ്ടു ഞാൻ മൂടും നിന്നെ മൂടും. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി എവർഗ്രീൻ കിഡ്സ് ആയിരുന്നു അല്ലേ? അതെ അതെ, നന്നായി പാടാൻ പറ്റിയോ? നന്നായി പാടാൻ പറ്റി. പറ്റി. വേണു ചേട്ടാ നന്നായി പാടി. താങ്ക് യു സർ. ഇത്രയും ഭംഗിയായി പാടിയതിന് ഒരു കൈയടി. താങ്ക് യു സർ. ശ്രുതി വാസ് ക്ലീൻ. താങ്ക് യു സർ. നന്നായി ചേർന്ന് ശ്രുതി ചേർന്ന് നൗ യു ആർ സിംഗിങ്. അത് ഒരു വലിയൊരു ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ട കിൻഷ ചിരിക്കുടുക്കേ അസലായിരുന്നു. താങ്ക് യു മാം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. പിന്നെ കിൻഷയുടെ ഒരു വളർച്ച ആസ് എ സിംഗർ അതാണ് ഗ്രേറ്റ്. ഈ ഒരു ചക്രവർത്തിനി ഈ പ്രാവശ്യം എല്ലാം 3 തരത്തിലുള്ള പാട്ടുകളാണല്ലോ എല്ലാരും പാടിയത്. അതെ. ഇത് കിൻഷയുടെ അതില് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. താങ്ക് യു മാം. സുമേഷ്, ഈ ചക്രവർത്തിനിയെ പാതുകാപ്പ നോക്കണം കേട്ടാ. ഓക്കെ ഓക്കെ, വളരെ സൂക്ഷ്മതയോടെ ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടാ. ഇടയ്ക്ക് ദേഷ്യമൊക്കെ പിടിക്കുമായിരിക്കും, പക്ഷെ വെറുതെ വിട്ടേക്കണം. പാടട്ടെ, ഇരുന്ന് പാടട്ടെ. ചേച്ചി, ഇപ്പോ കിൻഷയുടെ കാര്യം, ഇപ്പൊ നമ്മള് സുമേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 2 റൗണ്ട് മുമ്പ് എലിമിനേഷൻ സമയത്ത് കിൻഷയോട് പുള്ളി പറഞ്ഞു, എന്ത് വില കൊടുത്തും നമ്മൾ ഇവിടെ നിൽക്കും, ഇവിടെ നിലനിൽക്കണം,
നമ്മളിവിടെ പിടിച്ചു നിൽക്കണം എന്നൊരു വാക്ക് കിൻഷയുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു. കിൻഷ അതേ വാക്ക് പാലിച്ചത് ആ ഫിനാലെ വരെ എത്തി. നല്ല വില കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര വില, വാക്കിനാണെങ്കിലും പ്രവർത്തിക്കാണെങ്കിലും നല്ല വില കൊടുക്കുന്ന കുട്ടിയാണെന്ന് ആക്ച്വലി മനസ്സിലാക്കാനാവുന്ന ഉള്ളല്ലേ. വാക്കില് മാത്രമേ ഉള്ളൂ, വേറെ വിലകളൊന്നും തന്നിട്ടില്ല. പുറകെ വരുന്നുണ്ട്. എന്തായാലും ചേച്ചി പെർഫോമൻസിനെ പറ്റി പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആണ്, എൻ്റെ ലിസ്റ്റിൽ എപ്പോഴും ഉള്ള ഒരു പാട്ടാണ്. അത് തന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ കേൾക്കാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എത്രയൊക്കെ അടിപൊളി സോങ്സ് വന്നാലും ഇതൊക്കെ നിരന്തരം അല്ലേ, എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ എനിക്കൊരു നല്ല ഭാഗ്യവും പ്രേക്ഷകർക്കും അതേമാതിരി ഒരു ഭാഗ്യം കിട്ടുന്നതാണ് ഒരു ഭയങ്കര കാര്യം. നന്നായിട്ട് തന്നെ പാടി, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പാടി. നമുക്ക് തോന്നും അത്ര എളുപ്പമാണോ ഈ പാട്ടെന്ന്, പക്ഷെ അങ്ങനെയല്ല, നമുക്കറിയാം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പക്ഷെ എന്നാലും ഭയങ്കര ഈസി ആയിട്ട് പാടി. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി വെൽ ഡൺ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. കിൻഷ, എന്തായാലും നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരുപാട് ആഗ്രഹിച്ച കമന്റ്സ് ഒക്കെയാണ് അല്ലെ, നല്ല കമന്റ്സ് ആണ് 3 പേരും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫിനാലയിൽ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഹാപ്പിയായി. ശ്രുതി കിൻഷയോട് ചേർന്നു എന്ന് കേട്ടപ്പോഴേ സന്തോഷായി. അപ്പൊ കിൻഷ, ഒരുപാട് സന്തോഷം. കാരണം കിൻഷയെ ആദ്യ വേദിയിലോട്ട് സ്വാഗതം ചെയ്ത ആൾ തന്നെയാണ്. അപ്പൊ ഇപ്പോ ഒരു 4 വീക്കിന് ശേഷം കിൻഷയുടെ ഗ്രോത്ത് കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷവേളയിൽ കിൻഷയെ കൂടുതൽ സന്തോഷവതിയാക്കിയാലോ? എന്ത് പറയുന്നു സുമേഷ് ഏട്ടാ? ഓക്കെ, കിൻഷ സർപ്രൈസ് നേരിടാൻ തയ്യാറാണോ? വീഡിയോ ആയിരിക്കും അങ്ങനെ അതൊന്നും പറയാൻ പറ്റുന്നില്ല. കിൻഷയ്ക്കുള്ള സർപ്രൈസ് ദാ ഇപ്പൊ വരും. ഇപ്പൊ പൊട്ടിക്കും. പറയൂ. ഇപ്പൊ പൊട്ടിക്കും. പൊട്ടിക്കട്ടെ? പൊട്ടിക്കൂ. ഇപ്പൊ പൊട്ടിക്കും. അവിടെ നോക്കിയേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? മ്യൂസിക്കൽ വൈഫ്. അവിടെ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വരില്ല. ഇനി നേരെ നോക്കൂ, അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇനി ഇവിടെ നോക്കിക്കോളൂ. അടുത്ത സർപ്രൈസ് ആരാണെന്നുള്ളത് ഉടനെ കിൻഷ പറഞ്ഞിരുന്നത്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ്, അതാണല്ലോ സർപ്രൈസ് എന്ന് പറയുന്നത്. ഇത് എന്റെ ഡാൻസ് ടീച്ചറാണ്, എന്റെ മോളുടെ. പേര് സുഷമ ബിനീഷ്. വിജയിച്ചു വരിക. ഹസ്ബൻഡിന്റെ അടുത്ത് ഞാനാണ് പറഞ്ഞത് നല്ല കഴിവുണ്ട്. എൻ്റെ അടുത്ത് മോളെ ചേർക്കാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും, മിസ് എനിക്കും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പിന്നെ പാട്ട് നന്നായിട്ട് പാടും. അപ്പൊ ഞാൻ FB എന്നാണ് പാട്ട് കേൾക്കണത്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്ന സമയത്ത് കിൻഷേന്റെ അടുത്ത് പറഞ്ഞില്ല, ഹസ്ബൻഡിന്റെ അടുത്താണ് പറഞ്ഞത്. നന്നായിട്ട് പാടുന്നുണ്ട്, അവളെ ഇങ്ങനെ വീട്ടിലിരുത്തരുത്, സത്യത്തില് വേദിയിൽ കൊണ്ടുവരണം, നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ ടീച്ചറെ ഞാൻ നോക്കാം, ഞാൻ ശ്രമിക്കാം, ഉറപ്പായിട്ട് കൊണ്ടുവരും എന്ന്. എല്ലാ ആഴ്ചയും വരുമ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും, കൊണ്ടുവരണം, അവളെ വേദിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയും. പിന്നെ 2 വർഷമായി മോൾ എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്നത്. അതിനിടയിൽ വീണ്ടും ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, മിസ് ഇപ്പൊ പറ്റില്ല, ഇപ്പൊ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്തു അവളെ ഇങ്ങനെ വേദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ മോളൊക്കെ പറഞ്ഞ് വീണ്ടും ഇവള് ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി മകളെയും കൊണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞു, ഇവളുടെ അടുത്തും പറഞ്ഞു, നീ വീട്ടിലിരിക്കരുത്, നീ വേദിയിലേക്ക് വരണം, ഇപ്പോൾ നമ്മൾ ലോകം അറിയണം, നീ ഡാൻസ് എന്തായാലും ഡാൻസ് എൻ്റെ അടുത്ത് പഠിക്കണം. അങ്ങനെ 1 വർഷമായി എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. എൻ്റെ അടുത്ത് പറയും, സത്യത്തിൽ മോള് പറയും, അമ്മയാണ് എന്നേക്കാളും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്, അമ്മ ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ടേയിരിക്കും, എനിക്ക് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട്. നല്ല സുഷമ പഠിപ്പിക്കുന്ന എന്ത് ഡാൻസ് ഫോം ആണ്? ഞാൻ ക്ലാസിക്കൽ നൃത്തം. അതെ, എന്താണ്? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. അവളെന്താ പഠിക്കണേ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഭരതനാട്യം. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഡാൻസ് ചെയ്യുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യായിരുന്നല്ലോ. അല്ല മാം, അത് എനിക്ക് പണ്ട് തൊട്ടേ പാട്ടിനെക്കാളും കൂടുതൽ ഇഷ്ടം ഡാൻസ് ആയിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു ഡാൻസ് ടീച്ചറെ കിട്ടിയില്ല എന്നുള്ളതാ സത്യം. അപ്പൊ സുഷമ ടീച്ചർ ഭാഗ്യവതിയാണ്. അതായത് നമുക്ക് സുഷമയുടെ പ്രോഗ്രാംസിനൊക്കെ മോൾക്ക് പാടാലോ. സത്യമാണ്, പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ, അപ്പൊ ഒരുപാട് സന്തോഷം കിൻഷയ്ക്ക് സപ്പോർട്ടായിട്ട് ഈ വേദിയിലെത്തിയതിന്. അപ്പൊ ഇനിയും തുടർന്ന് ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ അറിയുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. തീർച്ചയായിട്ടും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ദൂരെ നിന്ന് ടീച്ചർ ഇങ്ങോട്ട് വരുമെന്ന്. താങ്ക് യു ടീച്ചറെ. അപ്പൊ എന്തായാലും ടീച്ചറെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
കിൻഷ ടീച്ചർ എന്തായാലും പോട്ടെ, കിൻഷി ഇവിടെ നിൽക്കൂ. ഓക്കെ, ഓക്കെ, കിൻഷിക്ക് കൂട്ടിന് വേറൊരാളെ കൂടി വിളിച്ചാലോ? വിളിക്കാം. സുമേഷ് ചേട്ടാ കടന്നു വരൂ. ചേട്ടാ സർക്കസ് കമ്പനി ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളി അടിപൊളി. ബിസിനസ് ഒക്കെ നന്നായി നടക്കുന്നില്ലേ? കുറച്ച് ചോദ്യങ്ങളുണ്ട്, രണ്ടുപേരോട് ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 9 വർഷമായി. 9 വർഷമായി. അപ്പോ രണ്ടുപേരും തമ്മിൽ അത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും, അത്രയും മനപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ ചെറിയ ചോദ്യങ്ങളാണ്. ധൈര്യം. ആ, കിൻഷ, സുമേഷ് ഏട്ടനിൽ കണ്ടുവരുന്ന ഒരു ചൈൽഡിഷ് സ്വഭാവം എന്താണ്? ഒരു TV ഒക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നസെന്റ് ആയിട്ട് ചിരിക്കും. അതായത് കുട്ടികളെ പോലെ ചിരിക്കും, ചുറ്റുപാടൊന്നും ശ്രദ്ധിക്കില്ല. കുട്ടികളൊക്കെ നമ്മൾ TV കാണുമ്പോ ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ചിരി. ആ ചിരി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് സുമേഷ് ഏട്ടനിൽ കാണുന്ന ചൈൽഡിഷ് ക്യാരക്ടർ അല്ലെ? ഓക്കെ, ഇനി സുമേഷ് ഏട്ടനോട് തിരിച്ചു ചോദിച്ച കിൻഷയിൽ കാണുന്ന ഒരു ചൈൽഡിഷ് എന്താ നോക്കി പഠിപ്പിക്കുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഓർമ്മയില്ലായിട്ടാ. അല്ല, അതെന്താ വെച്ചാൽ ചെറിയ മോളുണ്ട്, എന്റെ മോള് പാർവതി ബാബ. പാർവതി ആയിട്ട് ഞാൻ ചെറിങ്ങനെ ചെറിയായിട്ട് ഇങ്ങനെ അവളായിട്ട് വെറുതെ ഇങ്ങനെ വഴക്കിടും. അപ്പൊ ഞാൻ ചോദിക്കും വെച്ചാല് കാരണം കുട്ടി ചെറിയ കുട്ടിയല്ലേ മോളെ, അങ്ങനത്തെ കാര്യങ്ങളാണ്. എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ കച്ചറ അടിയും പിടിയും കൂടി. കാരണം ഒരു എന്തെങ്കിലും കാറ്റഗറി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്നേ. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഇവളാണ് ആദ്യം പിടിച്ചു പറിച്ച് വാങ്ങുക. അവിടെ ഒരു കച്ചറ ചെറിയൊരു കുട്ടീന്റെ ഒരു അതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതേ തോന്നി. സുമേഷ് ഏട്ടന്റെ ഈ ഇന്നസെൻസിലാണ് കേട്ടോ ഞങ്ങള്. പക്ഷെ ഇത് അത്ര വിശ്വസനീയമായ ഒരു ഓക്കെ. അപ്പൊ കിൻഷ സൈഡിൽ സപ്പോർട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് ഞാൻ കാഡ്ബറീസ് ഒക്കെ മേടിച്ചു കൊടുക്കൂലോ, അപ്പൊ അത് ഞാൻ തട്ടിപ്പറിച്ച് മേടിക്കൂന്നൊക്കെ. പോട്ടെ, ശരി. അടുത്ത ചോദ്യം. കിൻഷയ്ക്ക് സുമേഷ് ഏട്ടനെ ഇടണം എന്ന് ആഗ്രഹമുള്ള ഒരു പെറ്റ് നെയിം. ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഹൈ കോണ്ടാക്ട് ഒന്ന് നിർത്തോ. നിങ്ങൾ ആ കണ്ണിലോടെ നോക്കി എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതെ അല്ലേ? നിങ്ങൾ ഇടയ്ക്കുന്ന് അല്ല ഡെയിൻ, എത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും സുമേഷ് ഒന്നും പിടികിട്ടുന്നില്ല. വിളിക്കാറുള്ള പെറ്റ് നെയിം അല്ലേ ചോദിക്കുന്നത്? ശരി, എന്നാ അങ്ങനെ ആൾക്ക് കുറച്ചുകൂടി തടിയുണ്ടായിരുന്നു, അപ്പൊ ഞാൻ തടിയാന്ന് വിളിക്കുമായിരുന്നു. കള്ളത്തി ഇതൊക്കെ ആദ്യം പറയണ്ടെന്നാല് അന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്തൊന്നും എനിക്ക് ഭയങ്കര തടിയാ. അന്നത്തെ ആ തടി ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്നത്തെ എന്താ പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പറയുന്നത് ഇത്ര തടിയാണ്, ഇത്ര തടി കുറഞ്ഞതിനെ കൊണ്ട് നല്ല അതാ പ്രശ്നം, ഭയങ്കര പ്രശ്നമല്ലേ അത് ഭയങ്കര പ്രശ്നം തന്നെ. കാരണം അന്ന് ആ ഒരു തടി കണ്ടു ഇതൊക്കെ തടിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെന്ന് അങ്ങനെ എന്നാ സുമേഷ് ഏട്ടനെ തിരിച്ച് കിൻഷ സ്നേഹത്തോടെ ഒരു പെറ്റ് നെയിം വിളിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുള്ള ഏതെങ്കിലും പേര്? ഓളെ സ്ഥിരമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാളു എന്നാണ്. അത് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പേര് വിളിക്കാൻ തോന്നിയിട്ടില്ല. ശരി, ഓക്കെ. രണ്ടുപേരോടുള്ള ഒരു വെറൈറ്റി ചോദ്യമാണ്. ഒരു സെലിബ്രിറ്റി ക്രഷ് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ആരാണ്? സുരേഷ് ഗോപി. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? ക്ലാസ് ഒന്നുമില്ല, ഇപ്പോഴും അതെ. ഇപ്പോഴും ക്രഷ് ആണ്. അവിടെ സുരേഷ് ഏട്ടനാണ്, നമ്മൾ ഒട്ടും കുറയ്ക്കരുത്. ആര് വേണം പറഞ്ഞു? ശരിക്കും എനിക്ക് അത് തന്നെ, അതേ അഭിപ്രായം തന്നെ. സുരേഷ് ഗോപി. എടോ മനുഷ്യ, നിങ്ങൾക്ക് സുരേഷ് ഏട്ടനെ കാണുമ്പോ ക്രഷ് തോന്നുന്നുണ്ടോ? സമയത്തിന്റെ കുഴപ്പമില്ല, ഒരു സംശയമില്ല. ഞാനും അതിൽ തന്നെ ഉറച്ചിരിക്കുന്നു. എനിക്ക് സുരേഷ് ഏട്ടൻ പറഞ്ഞു ഇതാണ് കുറച്ചുകൂടി അതായത് മനസ്സിലായി, കുഴപ്പമില്ല. അതായത് നമുക്ക് ഫീമെയിൽ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോ ഒരു ക്രഷ് തോന്നില്ലേ? അങ്ങനെ സെലിബ്രേറ്റ് ഞാനിത് സുരേഷിനോട് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശോഭന മേഡം. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റിനെ, ഭർത്താവിന്റെ സ്വഭാവം കണ്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിന് ഉപമിക്കണം എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടറായിട്ട് ഉപമിക്കും? അങ്ങനെ ഉപമിക്കാൻ പറ്റിയൊരു കഥാപാത്രം ഇതുവരെ മലയാളത്തിൽ ഈ മനുഷ്യന്റെ കഥാപാത്രത്തിനോട് ചേർന്ന ഒരു കഥാപാത്രം
ഈ നാട്ടിലില്ലാന്നാണ് ഭാര്യ പറയുന്നത്. അങ്ങനെയല്ല, ചിലര് പറയാറുണ്ട് മിഥുൻ രമേശ് സാറില്ലേ, സാറിന്റെ ഒരു ദൂരെ നിന്നൊക്കെ നോക്കുമ്പോ ചില സ്ഥലത്തുനിന്ന് അങ്ങനെ തോന്നാറുണ്ടെന്ന് പറയും. ചായ അല്ല പറഞ്ഞത്, സ്വഭാവം എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടില്ല സിനിമയിലെ, തോന്നിയിട്ടില്ല. ശരി, ഇവിടെ തിരിച്ച് കിൻഷയുടെ സ്വഭാവം കണ്ടിട്ട് നീ ആര് ഈ സിനിമയിൽ ഈ കഥാപാത്രോ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഈ കഥാപാത്രോ? ഒരിക്കലും കിൽക്കത്തിലെ രേവതിയോ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. ഒരിക്കലും, കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരും. സോ മച്ച്. കുടുംബജീവിതത്തിന് എന്താണ്, അല്ലല്ല, കുടുംബജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം എന്താണ്? അനുസരണാശീലം. എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച് ജീവിച്ചോളാം. ടാറ്റാ. തീർച്ചയായിട്ടും എന്റെ ഒരു ഓർമ്മയ്ക്ക് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. റിസൾട്ട് വരാറാകുമ്പോ വിളിക്കാം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ ഈ ഫിനാലെ വേദിയിൽ അടുത്തതായി പാടാൻ വരുന്നു ആതിര വിജിത്ത്. നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ
ഫിനാലയിലെ എവർഗ്രീൻ ഹിറ്റ്സിലാണ് ഇപ്പോ പാടിയത്. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. ആ തോന്നൽ ശരിയാണോ വേണു ചേട്ടാ? ബ്യൂട്ടിഫുൾ, താങ്ക് യു സർ. ബ്യൂട്ടിഫുള്ളി സാർ. താങ്ക് യു സർ. മ്യൂസിക് അറിയാലോ ആരാണ്? പെരുമ്പാവൂർ രവീന്ദ്രനാഥ്. ഈ ആഴ്ച അദ്ദേഹം 80 years തെക്കെയാണ് ചേട്ടാ. രവി ചേട്ടാ ആസ് യൂഷ്വൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആതിരയുടെ പിച്ച് കറക്റ്റ് ആണ്, ശ്രുതി, സ്വരങ്ങൾ എല്ലാം. സോ ബി ഹാപ്പി, യു ഹാവ് എവറിഥിങ്. വോയിസ്, ക്രാഫ്റ്റ്, ശ്രുതി എല്ലാം ആണ്. ടെസ്റ്റ് കൺട്രോൾ, ഈ ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് പിടിക്കുക, അത്രേ ഉള്ളൂ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഞ്ചരി. ഓ ആതിര, ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഗുരുനാഥനെ ഞാൻ ഓർക്കുകയാണ്, പെരുമ്പാവൂർ സാറിനെ. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മുടെ എത്രയോ എനിക്കൊന്ന് ചേച്ചീനെ ഞാൻ ആ സമയത്താണ് കാണുന്നത്. ഇവരെല്ലാവരും ഒരേ ലൈനിലാണ് താമസിക്കുന്നത്. പെരുമ്പാവൂർ സാറുടെ വീടാണ് ആദ്യം, താഴെ ചേച്ചിയുടെ, അതിൻ്റെ അപ്പുറത്ത് സുരേഷ് ഗോപി ചേട്ടൻ്റെ. അപ്പം ഇവിടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ, ഡെയിലി പാട്ട് ക്ലാസ്സിന് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോമ്പോസിഷൻ വളരെ വളരെ ട്രിക്കി മാത്രമല്ല, അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ മിശ്രജാപു താളത്തിനകത്ത് ആദ്യത്തെ ആ ഒരു ഫ്രേസിങ് അത് നല്ലപോലെ പഠിച്ചാലേ അത് വന്ന് വീഴുള്ളൂ. ഒട്ടുമിക്ക സമയത്ത് അത് കൺഫ്യൂഷൻ വരാറുണ്ട് ആൾക്കാർക്ക് പാടുമ്പോൾ. അതൊരു ബ്രില്യൻറ്റ് സ്പേസിങ് ആണ് ആ ഒരു 2 lines അദ്ദേഹത്തിൻ്റെ. അത് മാത്രമല്ല എല്ലാ പാട്ടുകളും, ഒട്ടുമിക്ക പാട്ടുകളും സാറിൻ്റെ അദ്ദേഹം ചെയ്ത പാട്ടുകൾ കൂടെ ഇരുന്നിട്ട് കേൾക്കുമ്പോൾ എനിക്കത് ആ വീണ പോലെയുള്ള ഒരു ശബ്ദത്തിൽ സാർ ഇങ്ങനെ അത് പാടി കാണിച്ചു തരും. പിന്നെ പുതുമുഖ ഗായകരെ ആയാലും പുതിയ കൊച്ചു കുട്ടികളെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗീതജ്ഞൻ, ഒരു സാർ. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഇല്ലാത്ത ഒരു എനർജിയും ഒരു പോസിറ്റിവിറ്റിയും കിട്ടും, പാടാൻ പറ്റും. അങ്ങനെയാണ് സാറിൻ്റെ ഒരു രീതി. പിന്നെ ആതിര ഫ്ലവേഴ്സ് പോലെയാണ് പാടിയത്, പുഷ്പം പോലെ. സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആദ്യമൊക്കെ ചെറിയൊരു കണ്ണ് തട്ടലിന് മാത്രം ഒരു സംഭവം ഒന്ന് പിള്ളേർക്കിപ്പം സംഭവിച്ചു. പക്ഷെ അതല്ലാതെ ഈസി സിംഗിങ്, ഫ്ലവേഴ്സ്, അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഫ്ലവേഴ്സ് പോലെ പാടി. ചേച്ചി അതിര, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ആതിര. അസലായിട്ട് പാടി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഒരു ചുമന്ന ഡ്രസ്സിൽ പൊതിഞ്ഞൊരു ഡോള് നിന്ന് പാടുന്ന മാതിരി തോന്നി. ഭയങ്കര സന്തോഷം. എനിക്ക് അതിലേറെ സന്തോഷം ഭർത്താവിനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? വിജിത്തിന്റെ മുഖത്തെ ടെൻഷൻ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. വിജിത്ത് വേണുചേട്ടന്റെയും മഞ്ജരിയുടെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ല. ആതിരയെ നോക്കും, പിന്നെ ഇവരെ നോക്കും, ആതിരയെ നോക്കും, ഇവരെ നോക്കും, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇത്രയും അസലായിട്ട് പാടിയിട്ട് വിജിത്തിന്റെ ഒരു കയ്യടി കിട്ടണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, വിജിത്തിനെ വേദിയിലോട്ട് വിളിക്കാം. ഭാര്യയുടെ കൂടെ നിന്ന് തന്നെ ഒരു കൈയ്യടി കൊടുക്കട്ടെ. പ്ലീസ് വിജിത്ത് വരൂ. വിജിത്ത് പ്ലീസ് വെൽക്കം. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് ആതിരെ പോലുള്ള ഒരു എന്താ പറയുക ഉറങ്ങിക്കിടക്കുന്ന കലാകാരന്മാരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിന് എനിക്ക് വിജിത്തിനോടും ഫാമിലിയോടുമാണ് ഏറ്റവും വലിയ നന്ദി അർപ്പിക്കാനുള്ളത്. ഭയങ്കര സന്തോഷം ആതിര, നന്നായിട്ട് പാടി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എഗെയിൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ എൻ്റെയും ഗുരുവാണ്. എനിക്കൊരു ഇൻസിഡൻറ്റ് സാറിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു തവണ എൻ്റെ വീട്ടിൽ, അതായത് നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയ കാലത്ത് സാർ ഒരു ദിവസം എന്നെ വിളിച്ച് വീട്ടിൽ ചോദിച്ചു, മോളെ ഇന്ന് നീ ക്ലാസ്സിന് വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വരും സാർ എന്ന്. അപ്പം എൻ്റെ അമ്മ ആ ഫോൺ കോൾ, എൻ്റെ അമ്മ എഗെയിൻ ഒരു ടീച്ചറാണല്ലോ, ഡാൻസ് ടീച്ചർ. എൻ്റെ അമ്മ അപ്പം തന്നെ അവിടെ നിർത്തി എന്നെ ഒരു ഫയറിങ് തന്നത്. ഒരിക്കലും ഒരു ഗുരുനാഥനും വീട്ടിൽ വിളിച്ചാൽ ക്ലാസ്സിന് വരുമോ എന്ന് ചോദിക്കാൻ പാടില്ല. നിന്റെ ഡ്യൂട്ടിയാണ് അവിടെ കൃത്യമായിട്ട് അവിടെ എത്തേണ്ടതെന്ന്. പിന്നെ ഞാൻ സാറിന് തോന്നുന്നു, സാറേ വിളിക്കല്ലേ സാറെന്ന് വെച്ചാൽ അത്രയും ആത്മാർത്ഥതയുടെ, അതായത് നമ്മൾ ക്ലാസ്സിന് വന്നില്ലെങ്കിലും നമ്മളെ ഫോൺ ചെയ്ത് നിങ്ങൾ ഇന്ന് വരുമോ, അങ്ങനെ അത്രയും സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മഞ്ജരി പറഞ്ഞ പോലെ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഹൃദയത്തിനോടുകൂടി ചേർത്ത് വെക്കുന്ന രീതി കവളയിലുള്ള പാട്ട് ഏതാണ് ആരാ പാടിയത്? വേണുചേട്ടാ, വൺ ഓഫ് ദി എക്സലന്റ് ബ്രില്യൻറ്റ് സിംഗിങ് വേണുചേട്ടാ. അത് പറയാതെ പറ്റില്ല. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് കോമ്പോസിഷൻസ് തന്ന വ്യക്തിയാണ് ആതിര. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ പാട്ട് വെരി ബ്യൂട്ടിഫുള്ളി റെൻഡേർഡ് കേട്ടോ, അസലായിട്ട്. വേണുചേട്ടാ, എപ്പോഴെങ്കിലും ഒന്നാം രാഗം പാടിയുടെ ഒരു ഇച്ചിരി. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ, പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയാം
അമ്പലപ്രാവേ. ചേട്ടാ പിന്നെ ചേച്ചി ഇപ്പൊ വിജിത്തിനെ ഈ ടെൻഷൻ അടിച്ച വിജിത്തായിട്ട് മാത്രമാണ് ഇപ്പൊ ചേച്ചി കണ്ടിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ വിജിത്തിലെ ഒരു അഭിനേതാവിനെ നമ്മൾ ഈ വേദിയിൽ പുറത്തിട്ടിരുന്നു. ഓക്കേ, ആള് ഭയങ്കര ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റ് ആണ്, കൊമേഡിയൻ ആണ് അല്ലേ? ഓ വിജിത്ത്, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ല, അവിടെ ഇരിക്കുന്ന ഇതൊരു ടെൻഷൻ പിടിച്ച ഒരു ഹസ്ബൻഡിനെ അത് പിന്നാലെ എത്തിയതിന്റെ ഒരു ടെൻഷനാണ്. പിന്നെ അതുമല്ല, നമ്മുടെ വൈഫും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യണമെന്ന് ഏതൊരു ഫാമിലിയും ചിന്തിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഫോർ ഷുവർ ഉണ്ടാവും. അപ്പൊ ആ ടെൻഷനാണ് എന്നെ വിജിത്തിനോട് മുഖം ഞാൻ തിരിഞ്ഞു നോക്കാൻ കാര്യം. അതെ, എക്സാക്ട്ലി. എന്തായാലും കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ വിജിത്തിന്റെ മുഖത്ത് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടി ഇപ്പോ ഉണ്ടായിരുന്ന അതേ സപ്പോർട്ട് തന്നെയാണ് കുറച്ച് ആഴ്ചകളായിട്ട് വിജിത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക. എന്തായാലും ഇവർ രണ്ടുപേരെ ഈ വേദിയിൽ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ റാപ്പിഡ് ഫയർ ഒക്കെ പോലെ ചെറിയ ഗെയിം ബേസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളാണ്. രണ്ടുപേരോടും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ചെറിയ ഗെയിമായിട്ട് കൂട്ടണ്ട. ചോദിക്കട്ടെ, ഒരു സൂപ്പർ പവർ ലഭിച്ചാൽ ഭർത്താവിന്റെ ഏത് സ്വഭാവമായിരിക്കും മാറ്റാൻ ആഗ്രഹിക്കുന്നത്? ദേഷ്യം. ദേഷ്യക്കാരല്ല, ചെറുതായിട്ട് സൂക്ഷിച്ചു നിന്നോടേനെ. ഓഹോ, ശരി. ഇനി ഭർത്താവിനോട് സെയിം ചോദ്യം. ഒരു സൂപ്പർ പവർ ലഭിക്കുകയാണെങ്കിൽ ഭാര്യയുടെ ഏത് സ്വഭാവം മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്? ദേഷ്യം. നല്ല ചേർച്ചയുണ്ടല്ലോ. നല്ല ചേർച്ച. രണ്ടുപേർക്കും ദേഷ്യമാണ് പ്രശ്നം ആണോ അതില? ചെറുതായിട്ട്. ഒരാള് ദേഷ്യപ്പെട്ട അടുത്ത ആള് ദേഷ്യപ്പെട്ട് തിരിച്ചു ചോദിക്കും അല്ലേ? ഇവരുടെ അയൽവാസികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. വീട്ടിലുള്ളവര് വാ പൊത്തിയാണ് ചിരിക്കുന്നത്. അമ്മയൊക്കെ നോക്കിയേ. അമ്മ, ദേഷ്യമാണോ ഇവിടെ രണ്ടുപേരുടെയും പ്രശ്നം? അമ്മ ആലോചിക്കുക, എന്റെ ദേഷ്യമാണ് അതിലും വലിയ കുഴപ്പം. ഇവര് രണ്ടുപേരിൽ ആരാണ് കൂടുതൽ ദേഷ്യക്കാരൻ? രണ്ടാളും കുഴപ്പമില്ല. രണ്ടുപേരും ഇതിന്റെ പേരിൽ വേറൊരു വഴിക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണല്ലേ? അല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടുപേരും അല്ലേ? ശരി, എനിക്ക് തോന്നുന്നു സത്യമാണെങ്കിൽ മോളോട് തന്നെ ചോദിക്കണം. തിളങ്ങണ ഉടുപ്പൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അച്ഛനമ്മേനെയും നാണം കടത്താതെ ഒരു ഉത്തരം പറഞ്ഞോളൂ. കൂടുതൽ എന്നോട് ദേഷ്യം പിടിക്കുന്നത് അമ്മയാണ്. സത്യം പുറത്തു വന്നു. ഓക്കെ, ഇവര് തമ്മില് വഴക്കില് ആരാ കൂടുതല്? അച്ഛൻ. അല്ല, അപ്പൊ അവള് വളരെ ഡിപ്ലോമാറ്റിക് മോളാണ്. അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ കറക്റ്റ് ഉത്തരം പറഞ്ഞു. അതെ, അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. മക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം. തെറ്റ് തന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും ഇതുവരെയായും ഭർത്താവ് അംഗീകരിച്ച് തരാത്തൊരു വഴക്ക് ഏതാണ്? അതായത് ഇപ്പൊ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്, പക്ഷെ ആൾ ഇതുവരെയായിട്ട് സമ്മതിച്ച് തന്നിട്ടില്ല അതെന്റെ ഒരു തെറ്റാണെന്ന്. ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഇല്ല, സമ്മതിക്കാറുണ്ട്. തെറ്റുണ്ടെങ്കിൽ അത് സമ്മതിക്കും. ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹസ്ബൻഡിന് പറയാനുള്ളത്? സമ്മതിച്ചു കൊടുക്കാറുണ്ട്. ശരി, ഇനി ആതിര സമ്മതിച്ചു തരാത്തൊരു തെറ്റെന്തായിരിക്കും? ആതിര സമ്മതിച്ചു തരത്തേയില്ല. ഒരു തെറ്റും ആതിര സമ്മതിച്ചു തരാറില്ല, ആണോ ആതിര? അതെ. ഓക്കെ, ഇപ്പൊ കലഹത്തിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു കലഹം വന്നാൽ, ഒരു വഴക്ക് നിങ്ങളുടെ ഇടയിൽ വന്നാൽ ആരായിരിക്കും ആദ്യം സോൾവ് ചെയ്യുന്നത്? പുള്ളിയാണ്. കാരണം പുള്ളിയാണല്ലോ തെറ്റുകളൊക്കെ സമ്മതിച്ചു തരുന്ന ആള്. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിയാണ് വഴക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപിലോട്ട് ഇറങ്ങി സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സോൾവ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വഴക്ക് വന്നാൽ എന്ത് പൊടിക്കൈ ഉപയോഗിച്ചിട്ടാണ് വഴക്ക് സോൾവ് ചെയ്യുന്നത്? മിണ്ടാതിരിക്കും. മൗനമാണ് ഏറ്റവും വലിയ ഉത്തരം. എന്താ വേണം ചേട്ടാ? ഉള്ളിന്ന് വന്നൊരു ചിരി ഞാൻ കേട്ടല്ലോ മൗനത്തെ പറ്റി പറഞ്ഞപ്പോൾ. അല്ല, സൈലൻസ് ഇസ് ദ ബെസ്റ്റ് ആൻസർ. ഗോൾഡൻ. എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഈ ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ഭാവിയിലോട്ട് വേണ്ടത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിയടാ. അല്ല, ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഞാൻ ആ ഒരു വലിയ ദൗത്യത്തിലോട്ട് കാലെടുത്ത് വെക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, മൗനമായിരിക്കും പല വഴക്കുകൾക്കുള്ള ഒരു. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ആലോചിക്കും, ഞാനും ഇങ്ങനെ റിക്കളക്ട് ചെയ്യാണ് ഞങ്ങൾ എങ്ങനെയാണ് വഴക്ക് സോൾവ് ചെയ്യുന്നതെന്ന്. ഐ തിങ്ക് ഒരു രീതി മേ ബി മൗനം തന്നെ ആയിരിക്കും, പക്ഷെ വേറൊരു രീതി ഐ തിങ്ക് ഞാൻ കുറച്ചും കൂടി സംസാരിച്ച് അല്ല, എനിക്ക് ഒരു പ്രോബ്ലം ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം അതങ്ങ് എനിക്ക് തോന്നുന്നു രാജേഷും അങ്ങനെ തന്നെയാണ്. പ്രോബ്ലം വരുമ്പം വഴക്ക് കൂടി തീർത്ത് പറഞ്ഞങ്ങ് തീർക്കും. രണ്ട് രീതിയിലും ചെയ്യാം. ഒന്ന്, അത് ഡിപ്പെൻഡിങ് ഓൺ ദ കപ്പിൾ. ഐ ഗസ് ഓരോ കപ്പിളിൽ എങ്ങനെയാണ് അവര് തമ്മിലുള്ള ഒരു
ബോണ്ടിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതനുസരിച്ച് ചിലര് മൗനമായിട്ടും ചിലര് വഴക്ക് കൂടി തീർത്ത് പറഞ്ഞങ്ങ് തീർക്കും അത്ര. പിന്നെ ഒരു ഇഷ്യൂ ഡിപ്പെൻഡ് ചെയ്തും ആവാം. അതെ, ഇല്ല, ഇഷ്യൂസ് ഡിപ്പെൻഡ് ചെയ്താണ്. ചിലപ്പോ നമ്മൾ ആരും തന്നെ വഴക്കിടണം എന്നും പറഞ്ഞിട്ടല്ലല്ലോ ഇന്ന് ഞാൻ വഴക്കിട്ടേക്കാം എന്ന് പറഞ്ഞല്ലല്ലോ ഒന്നും തുടങ്ങുന്നത്. വഴക്കിലേക്ക് രണ്ട് രീതിയിലും സോൾവ് ചെയ്യാം. രണ്ടും സോൾവ് ചെയ്ത് തീർക്കണം. അതാത് ദിവസം തീർക്കണം. സോൾവ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. ശരി, ഇനി അടുത്ത ചോദ്യം, ചെറിയൊരു ചോദ്യമാണേ. ഈ ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടേത് പ്രേമ വിവാഹം ആണെന്നത് വീട്ടുകാർക്ക് അറിയുമോ? യെസ് ഓർ നോ? ഇവിടെ എന്താ നീതി ചിരിച്ചത്? അല്ല, ഇവരുടെ പ്രണയത്തിന്റെ ഇടയിൽ കളിച്ച ഒരാള് ഞാനാണ്. ആഹാ, ദൂതായിരുന്നു. ആയിരുന്നു? അതെ, ഞാനൊരു മാരേജ് ഫംഗ്ഷന് വന്നപ്പോ ചേട്ടന്റെ കസിന്റെ അടുത്ത് ചോദിച്ചതാണ് എന്റെ ചേച്ചി, എന്റെ അളിയനെവിടെ. അപ്പൊ ചേട്ടനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്റെ ചേച്ചീനെ കെട്ടുന്നില്ലേ എന്ന് ചോദിച്ചു. രണ്ടുപേരും ആദ്യമായി വീട്ടുകാരറിയാതെ മീറ്റ് ചെയ്ത സ്ഥലം? കല്യാണ വീട്. അതില് പാട്ട് പാടാൻ വേണ്ടി വന്നായിരുന്നു അതില്. ഓ, വേറെ കല്യാണ വീട്. നിങ്ങളുടെ വേറൊരു കല്യാണ വീട്ടില് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോണ് കാണുന്നത്. ഓ, ഓക്കെ. അന്ന് അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കും? ഏത് പാട്ടായിരുന്നു ഓർമ്മയുണ്ടോ? ആ പാട്ടിന് ആടിക്കൊണ്ടിരിക്കുവായിരുന്നു. സ്വർണ്ണമുഖിലെ അതിന്റെ പ്രോഗ്രാമിനായിട്ട് പോയതാണോ? അതെ. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു. ശരി, അങ്ങനെ രണ്ടുപേരോടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനപ്പൊരുത്തൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഫിനാലെ ആണല്ലോ. ഇനിയിപ്പോ അടുത്ത ആഴ്ച നിങ്ങളായിരിക്കില്ലേ പുതിയ മത്സരാർത്ഥികളായിരിക്കും. അപ്പൊ നിങ്ങളോട് മാക്സിമം കാര്യങ്ങൾ ചോദിക്കുക വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അതിനാ ഇനി 2 റൗണ്ട് ഉണ്ട്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടല്ലോ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.